രാവിലെ തന്നെ ആ സന്തോഷ വാർത്ത കേട്ടാണ് ആ ഗ്രാമം ഉണർന്നത്. വെറുതെ നിന്ന് നമ്മുടെ വണ്ടീൻ്റെ മേത്തേക്ക് ഒരു മതിൽ ഇടിഞ്ഞ് വീണു കണ്ടോ. തൃപ്പതിയായി. ഇവിടെ കൊഴിഞ്ഞിട്ടുണ്ടല്ലോ കുറച്ചേ, ഒന്നും വലിയ പ്രശ്നമില്ല. ഖത്തറുമായിട്ട് നമ്മളെന്തോ ഒരു പ്രശ്നമുണ്ട്. വെറുതെ നിന്നാലും എന്തെങ്കിലും പണി ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. എന്തായാലും റോട്ടിൽ നിന്നൊക്കെ സാധനം മാറ്റേ. സമ്പത്ത് കുറച്ച് പഴയ പില്ലറാ, അടി അതിന് മുരട് വീണതാണ്. സംഭവം എങ്ങനെയാ ചെയ്യല്ലേ? അല്ലാതാ പറഞ്ഞത്. കറക്റ്റ് ഇവിടെ തന്നെ, ഇവിടെയാണ് ആദ്യം വീണത്. ഇങ്ങോട്ട് നേരെ ആ പില്ലറോടൊക്കെ ഇങ്ങനെ മറിഞ്ഞത് അതിൻ്റെ മേലേക്ക്. നോക്കിയിട്ട് കാര്യമില്ല, മൊത്തം ലാഭമാണ് പരിപാടി, അതുകൊണ്ട് കുഴപ്പമില്ല. ആരാ വണ്ടി തുടക്കണേ? ഓരോ എങ്ങനെയാണെങ്കിൽ ഡെയിലി ഓരോ മതിൽ തന്നെ കൊണ്ടോട്ടെ. അതെ പോന്നാല് ഇപ്പം ഒരു പ്രശ്നമില്ലല്ലോ. നമ്മൾ തുടച്ച് സെറ്റാക്കിയിട്ട് 2 സ്ഥലത്ത് ഒരു കുഴി ആയിട്ടുണ്ട്. അത് നമുക്കൊരു പലഹാരം ഉണ്ടാക്കാം. വെൽക്കം ബാക്ക് അഗെയിൻ. ദിൽഷാദാണ്. നമ്മളേ ദോഹയിലാണുള്ളത്. ദോഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൃത്താകൃതി എന്നാണ് അർത്ഥം അറബിയിൽ. ദോഹ ശരിക്കും ഒരു വൃത്താകൃതിയിൽ തന്നെയാണ്. എന്തിന് ഖത്തർ വരെ ഒരു വൃത്താകൃതിയിലാണല്ലോ. കഴിഞ്ഞ ദിവസം നമ്മൾ വണ്ടി കിട്ടിയ വീഡിയോ ഇട്ടു. ഒരുപാട് ആളുകൾ ചോദിച്ചു. കാരണം ഇവിടെ വണ്ടി ഇറങ്ങാൻ പറ്റില്ല അറിഞ്ഞാണ്ട് നമ്മളൊരു വളരെ വിഷമത്തോടു കൂടി സങ്കടത്തോടു കൂടി നമ്മൾ ഇവിടുന്ന് പിണങ്ങി പോയതല്ലേ ഖത്തറിന്. പിന്നെ എങ്ങനെ വണ്ടി ഇറങ്ങിയത്, തിരിച്ച് ദുബായിലേക്ക് ഷിപ്പ് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. പിന്നെ എങ്ങനെ ഇറങ്ങിയെന്ന് കുറേ ആൾക്കാർ മെസ്സേജ് അയച്ചു. കഴിഞ്ഞ വീഡിയോയിൽ മനഃപൂർവ്വം പറയാമെന്നാണ്. കാരണം നല്ലൊരു വീഡിയോ വെറുതെ കുറേ കാര്യങ്ങൾ പറഞ്ഞാണ്ട് നശിപ്പിക്കണ്ടല്ലോ. ബാക്കി കാര്യങ്ങൾ ആ വീഡിയോ ഇറങ്ങിയതിന് ശേഷം പറയാലോ എന്ന് കരുതി കാത്തുന്ന കേട്ടോ. ഒരു ചെറുങ്ങനെ ഒന്ന് നീളും ഇൻട്രോ, ആർക്കും പ്രശ്നമില്ലല്ലോ. പിന്നെ ഇവിടെ സൂര്യനിങ്ങനെ ഈ സൂര്യേട്ടൻ കറക്റ്റ് കണ്ണു കൂത്തുകൊണ്ടാണ് ഗ്ലാസ് ഇട്ട്. അതുകൊണ്ട് ഞാനൊരു പരിഷ്കാരിയാണെന്നൊന്നും ആരും തെറ്റിദ്ധരിക്കരുത്. ദോഹ കോർണിഷിലാട്ടുള്ളത്. നമുക്ക് വിഷയത്തേക്ക് വരാം. 2 മാസം മുന്നെയാണ് ഞാൻ നാട്ടിൽ നിന്ന് വണ്ടി ഷിപ്പ് ചെയ്തത് ഖത്തറിലേക്ക്. ദുബായിലേക്കാണ് നോർമലി ഷിപ്പ് ചെയ്യൽ. ഖത്തറിലേക്ക് ഷിപ്പ് ചെയ്യാൻ കാരണം നമുക്ക് സൗദിയിലേക്ക് റൈറ്റ് ഹാൻഡ് ഡ്രൈവും കൊണ്ട് കയറുമ്പോൾ ചെറിയൊരു പ്രയാസമുണ്ട്. അപ്പോൾ ഖത്തർ ബോർഡറിന് ആ ഒരു പ്രശ്നം വളരെ കുറവാണെന്നുള്ളതുകൊണ്ടാണ് ശരിക്കും ഖത്തറിലേക്ക് ഷിപ്പ് ചെയ്തത്. അതൊക്കെ ശരിക്കും അന്വേഷിച്ചിട്ട് തന്നെയാണ് നമ്മൾ ചെയ്തത്. ഖത്തറിൽ വണ്ടി ഇറങ്ങാൻ പറ്റില്ല എന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു. ഇവിടെ കുറേ പ്രശ്നം ഉണ്ടായി. കസ്റ്റംസിൽ പോയി, മുറൂറിൽ പോയി പേപ്പർ മേടിക്കാൻ പറ്റില്ല എന്ന്. ശരിക്കും ഇത് കസ്റ്റംസിൻ്റെ മുറൂറിൻ്റെ ഒന്നും വിഷയമല്ല. കാർനെറ്റ് വണ്ടികൾ നോർമൽ പ്രൊസീജിയറിൽ ഇവിടെ ഇറങ്ങും. ഖത്തർ അതിന് അനുവദിക്കുന്നുണ്ട്. നമുക്കൊരു പിഴവ് പറ്റിയ എന്താ വെച്ചാൽ നമ്മൾ ആദ്യം മുതൽ പറയണമല്ലോ സംഭവം. നാട്ടിൽ നിന്ന് അഖ്ലാൻ ഷിപ്പിംഗ് മെറിറ്റൈൻ എന്ന് പറഞ്ഞ കമ്പനി, ഷെമി എന്ന് പറഞ്ഞ ആൾ മുഖാന്തരമാണ് നമ്മൾ ഖത്തറിലേക്ക് ഷിപ്പ് ചെയ്തത്. ഇവർ ചെയ്ത പരിപാടി എന്താ വെച്ചാൽ, ഷിപ്പ് ചെയ്യുന്ന കമ്പനി തന്നെയാണ് കേട്ടോ അവർ. അപ്പം എനിക്ക് 1,60,000 റുപ്യ ഖത്തറിലേക്ക് ഷിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് ഓൾറെഡി ഞാൻ അറിയുന്ന ഒരാളുടെ കൊട്ടേഷൻ കിട്ടിയിട്ടും ഇവർ തന്ന കൊട്ടേഷൻ, അതായത് 1.25 ലക്ഷം റുപ്യ, 1,75,000 കൊട്ടേഷൻ ഞാൻ ഇവരെടുത്ത് നിർത്തും. കാരണം നമ്മൾ നല്ല സർവീസാണ്, നമ്മൾ ക്ലിയറിംഗ് ഒക്കെ പക്കയാണ്. അപ്പോൾ വേറെ ഏതെങ്കിലും ടീമിനെ ഏൽപ്പിച്ച് വെറുതെ പെടണ്ട. കാരണം ഖത്തറിൽ പോയി ക്ലിയർ ചെയ്യാൻ ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആ സാധനം വാങ്ങിച്ചെടുത്ത് അവർ ഷിപ്പ് ചെയ്തു. 7-ാം തീയതി, കഴിഞ്ഞ മാസം 7-ാം തീയതി പോകുന്നത് പറഞ്ഞിരുന്നത് എന്നോട് പറഞ്ഞു കേട്ടോ. പക്ഷെ അവർ തമ്മിൽ ഞാൻ സംസാരിക്കേണ്ടു 11-ാം തീയതിയാണ് വെസലിൽ പോകണമെന്നുള്ളത്. ഓക്കെ, 11-ാം തീയതി 11-ാം തീയതി വെസലിൻ്റെ കാര്യമില്ല, നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ. അത് മാറി 17 ആക്കി. അപ്പോൾ ഞാൻ 13-ാം തീയതി ചോദിച്ചു എന്തായി വെസൽ പോയപ്പോൾ ആ വെസൽ പോയല്ലോ എന്ന് പറഞ്ഞു. ഇങ്ങോട്ട് ബില്ലൊക്കെ തരാമെന്നൊക്കെ പറഞ്ഞു എന്നോട്. എവിടെ സാധനം പോയിട്ടൊന്നുമില്ല. വീണ്ടും നീണ്ടു. 17-ആയി, 20-ആയി. 20-ാം തീയതി സാധനം, എനിക്ക് 20-ാം തീയതി വിളിക്കുന്നുണ്ട്, ഇതുവരെ സാധനം പോയിട്ടില്ല. നമ്മളെ ബാറ്ററി ഡിസ്കണക്റ്റ് ആക്കാൻ മറന്ന്, അതുകൊണ്ട് കയറി പോയിട്ടില്ല എന്നൊക്കെ പറയും. എന്തൊക്കെയോ ഒരു കരിഞ്ഞ മണം അന്ന്. അപ്പം ആ സമയത്ത് തന്നെ എന്തെങ്കിലും ആയാലും എന്തെങ്കിലും ആവട്ടെ, നമ്മളെ പരിപാടി നടന്നാൽ മതിയല്ലോ. അങ്ങനെ 20-ാം തീയതി കയറി പോകുന്നു. സാധനം 3-ാം തീയതി ഒരു പറഞ്ഞ പീരീഡിൽ തന്നെ എത്തിയിട്ടോ. പോന്ന് കഴിഞ്ഞാൽ പിന്നെ 14 ദിവസം. അങ്ങനെ 3-ാം തീയതി സാധനം ഹമദ് പോർട്ടിലെത്തി ഖത്തറിൽ. ഇവിടുത്തെ ഏജന്റ് ഇവർക്കിത് ക്ലിയർ ചെയ്യാൻ പറ്റില്ല. ഇവരിവിടെ ക്ലിയർ ചെയ്യുന്ന ആളുകൾ തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ ഒരു മെത്തേഡ് എങ്ങനെയാണ് സത്യം പറഞ്ഞാൽ അറിയില്ല. കാരണം ഇത് മുറൂറിൽ പോയി പേപ്പർ വാങ്ങിക്കേണ്ട കാര്യമില്ല. കാരണം ഇത് ആ ഒരു പ്രൊസീജിയറിലൂടെ അല്ല നീക്കേണ്ടത്. നമ്മൾ കാർനെറ്റുള്ള വണ്ടിയാണ്. കാർനെറ്റ് വണ്ടിയായിട്ട് തന്നെ ഇവിടെ ഇറക്കണമായിരുന്നു.
അങ്ങനെ സത്യം പറഞ്ഞാൽ ഞാനും ഇവിടെ ഖത്തറിൽ നിന്ന് അവരെ കൂടെ 2-3 ദിവസം ഞാനും ചിലവാക്കി കുറേ. ഇതെങ്ങനെയെങ്കിലും ഒന്ന് ഇറങ്ങി കിട്ടാൻ വേണ്ടി. ശരിക്ക് എൻ്റെ വണ്ടി നാട്ടിൽ നിന്ന് ഷിപ്പ് ചെയ്തത് മുതൽ ഇവിടെ വന്ന് ഈ വണ്ടി ക്ലിയർ ചെയ്ത് എനിക്ക് വണ്ടിൻ്റെ ചാവി എൻ്റെ കയ്യിൽ വെച്ച് തരിക എന്നുള്ളതാണ് എഗ്രിമെൻറ്റ്. ആ എഗ്രിമെൻറ്റ് പ്രകാരമുള്ള തുകയാണ് 1,26,000 ഞാൻ മുൻകൂട്ടി നാട്ടിൽ കൊടുത്തത്. എന്നിട്ട് ഇവിടെ ഇവർക്ക് വണ്ടി ക്ലിയർ ചെയ്യാൻ പറ്റണില്ല. ഇത് ശരിക്കും ഒരു പ്രയാസമുള്ള ഒരു കാര്യമേ അല്ല, ഒരു പ്രയാസമുള്ള കാര്യമല്ല. ഇവിടെ വണ്ടി ഇറങ്ങും, നോർമലി ഇവിടെ വണ്ടി ഇറങ്ങിയിട്ടുണ്ട്. കാരണം ഞാൻ മുറൂറിൽ പോകുന്ന സമയത്തേക്ക് പേപ്പർ തരില്ല എന്ന് പറഞ്ഞ്. സത്യമാണ്, മുറൂറിന് അങ്ങനെ ഒരു നിയമമില്ല, ഇവിടെ പേപ്പർ കൊടുക്കാൻ പറ്റൂല. പക്ഷേ ഈ പേപ്പറിന് മുറൂർത്തെ പേപ്പറിന് ആവശ്യമില്ല നമുക്ക്. അപ്പൊ ഇതിന് കറക്റ്റ് മെത്തേഡ് ബൈ മെത്തേഡ് പോകേണ്ട റൂട്ടുണ്ട്. ആ റൂട്ട് അറിയാത്ത ഒരു ഏജന്റിന്റെ അടുത്തായിരുന്നു സത്യത്തിൽ നമ്മൾ പോയി പെട്ടത്. എന്നിരുന്നാലും അത് കഴിഞ്ഞ് രണ്ടാമത് ഞാൻ ഏതായാലും കുടുങ്ങിയില്ലേ, ഞാൻ തിരിച്ച് ദുബായിലേക്ക് അയക്കട്ടെ, എനിക്ക് നന്നായി ഒരു വലിയൊരു ലാഭം എടുക്കാത്തൊരു കൊട്ടേഷൻ എനിക്ക് കൊണ്ടാന്ന് പറഞ്ഞപ്പം $3000 ഒരു കൊട്ടേഷൻ വീണ്ടും എനിക്ക് തന്നു, എഴുതി വിട്ടാണ്ട് തന്നു. $3000 ഇവിടുന്ന് ദുബായിലേക്ക്. കണ്ടെയ്നറിന് ഇവിടുന്ന് 160 ഉറുപ്പിയാണ് ഇവിടുന്ന് കണ്ടെയ്നർ ചാർജ് ദുബായിലേക്കുള്ളത്. വീട് കൊടുത്ത് പിന്നെയും ചവിട്ടുക. അങ്ങനത്തെ ഒരു ടീമിന് നമുക്ക് കൊച്ചിയിൽ നിന്ന് കിട്ടിയത്. ഞാൻ പറഞ്ഞു ഈ എമൗണ്ടിന്റെ വണ്ടി പോകണ്ട. കാരണം എൻ്റെ അടുത്ത് ഈ പൈസ $3000 എടുത്ത് കൊടുക്കാനില്ല. കാരണം ഓൾറെഡി നമുക്ക് ഇഷ്ടം പോലെ പൈസ ചിലവാക്കി. ഞാൻ ഈ പൈസന്റെ കണക്ക് പറയുന്നത് തോന്നെ പൈസ ഉണ്ട് കാണിക്കാനല്ലോ കേട്ടോ. ഇതുകൊണ്ടൊക്കെ വരുന്ന പ്രയാസങ്ങളും മെനക്കെടുകളാണ്. കാരണം നമ്മളില്ലാത്ത പൈസ ഉണ്ടാക്കി ഈ സംഗതികളൊക്കെ ഒപ്പിച്ച് കൊണ്ടുവരുമ്പോൾ അത് മുതലാക്കാനായിട്ട് കുറേ ആൾക്കാർ, നമ്മൾ ആനായിട്ട് ഇങ്ങനെ പോകണ മാതിരി, ആന പൈസ ആയിട്ട് ഇങ്ങനെ പോകണ മാതിരി അത് മുതലാക്കാൻ കുറേ ആളുകൾ. ഈ ഒരു അവസ്ഥയിലേക്ക് വീണ്ടും $3000 കൊട്ടേഷൻ വന്നിരിക്കും. സത്യം പറഞ്ഞാൽ എൻ്റെ അടുത്ത് ആ സമയം പൈസ ഉണ്ടെങ്കിൽ ചിലപ്പോൾ എടുത്ത് കൊടുത്തിട്ടുണ്ടാവും. അത്രയും മനപ്രയാസം കൊണ്ട് ഞാൻ ദമാമിൽ അവിടെ നിന്നിക്കണം. ഒരു മാസം റൂമിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത ഡിപ്രഷൻ അടിച്ചിട്ട് ചത്തിട്ട്. എന്നിട്ട് ഈ $3000 കൊടുക്കണ്ട, ഇപ്പൊ അവിടെ കിടന്ന് തുരുമ്പിടിച്ചോട്ടെ എന്ന് ഞാൻ പറഞ്ഞു. അപ്പം പറയും ഞങ്ങൾ വേറെ ടീമിനെ ഏൽപ്പിച്ചോളി പറഞ്ഞു. വേറെ ടീമിന് ശരിക്കും ഈ സാധനം ഏറ്റെടുക്കാൻ പറ്റില്ല, കാരണം ഇവരെ കയ്യിലേക്കാണ് ഓൾറെഡി വന്നത്. അങ്ങനെ ഞാൻ പറഞ്ഞു ഇനി വേറെ ടീമിനെ ഏൽപ്പിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾക്ക് വേണ്ടി പൈസ എത്ര ഞാൻ കൊടുത്തോളാം. ആ പൈസ ഇവിടെ 1600 റിയാൽ കൊടുത്തിട്ട് അവരുടെ അടുത്ത് നമ്മൾ കാർഡിൻ്റെ ഡോക്യുമെൻ്റൊക്കെ വാങ്ങി ഇതാരെ കൊടുക്കേണ്ടി ഇവിടുന്ന് ചോദിച്ചു. അപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്കിത് ഏൽപ്പിക്കാൻ ഒരു ഏജന്റ് ഇല്ല, കാരണം നമുക്ക് പുതിയ ഇതാരും ഏറ്റെടുക്കുന്നില്ല. ഇങ്ങനെ ഒരു കേസ് കെട്ടായതുകൊണ്ട് ഇവിടെ. അങ്ങനെ ഞാൻ എന്ത് ചെയ്ത് ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് ഖത്തറിലെ മെയിൻ 5 ഷിപ്പിംഗ് കമ്പനികളെടുത്തു. അങ്ങനെ അവർക്കൊക്കെ മെയിൽ ചെയ്തു. ഈ മെയിൽ ചെയ്തപ്പം ആദ്യമായിട്ട് എന്നെ ഒരാൾ തിരിച്ചു വിളിച്ചു, ഇംഗ്ലീഷിലാണ് സംസാരിച്ചത്. അപ്പം ഞാൻ വേറെ ഏതോ രാജ്യക്കാരനാണെന്ന് എഴുതിയിട്ടാണ് കേട്ടോ. പിന്നെ പറഞ്ഞപ്പോൾ ഈ ബിജു എന്ന് പറഞ്ഞ ആൾക്ക് എന്നെ മനസ്സിലായി. ഞാൻ സംഗതി ഉള്ള കാര്യം പറഞ്ഞു, ഇങ്ങനെ അവസ്ഥയിൽ പെട്ട് കിടക്കുകയാണ്, ഇവിടെ ഇറക്കാൻ പറ്റില്ല. അപ്പം മൂപ്പരിനോട് ആദ്യം തന്നെ പറഞ്ഞത് റേറ്റ് ആൻഡ് ഡ്രൈവ് വണ്ടി ഇവിടെ ഇറങ്ങുമല്ലോ, എന്താ പ്രശ്നം, ഒരു കുഴപ്പമില്ല, നോർമൽ പ്രൊസീജിയറാണ്. കസ്റ്റംസിൽ അതിനൊരു ഫോം ഉണ്ട്, ആ ഫോം ഫില്ല് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കാർനെറ്റ് വണ്ടിയല്ലേ, കാർനെറ്റിലുള്ള രാജ്യമാണ് ഖത്തർ. ഇത് ഏത് രാജ്യത്തേക്കും കൊണ്ടുപോകാനും ഓടിക്കാനും ഒക്കെ പെർമിഷൻ കൊടുത്തിട്ടുണ്ട് ഖത്തർ. ഇത് നിങ്ങളെന്തിനാ അങ്ങനെയൊക്കെ പോയത്, മുറൂറിലൂടെ ഒന്നും പോകേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു. മൂപ്പര പേപ്പർ വാങ്ങി 4 വർക്കിംഗ് ഡേ കൊണ്ട് നമ്മുടെ വണ്ടി ഇവിടെ ഖത്തറിൽ ഇറങ്ങി. നമ്മളൊന്ന് ആലോചിക്കണം. ഞാൻ മറ്റേ ആളോട് പറഞ്ഞിട്ടുണ്ട്, ഇത് ഈ അഹ്ലാൻ ഷിപ്പിംഗ് കമ്പനി എന്ന് പറഞ്ഞ എന്നെ ബന്ധപ്പെട്ട ആളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒന്നെങ്കിൽ നമുക്ക് ഈ പൈസ തിരിച്ചു തരണം. കാരണം നമുക്ക് വണ്ടി ക്ലിയർ ചെയ്ത് തരാം എന്നുള്ളതാണ് അവരുടെ അഗ്രിമെന്റ്. അത് മാന്യതയാണ്, പൈസ തിരിച്ചു തരണം. അല്ലാണ്ട് നിങ്ങളെ വെച്ചിട്ട് തന്നെ ഞാൻ സോഷ്യൽ മീഡിയയിൽ പൈസ ഉണ്ടാക്കും, അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട്. കാരണം ഈ പൈസക്ക് ഇത് ഇനി അവിടുന്ന് അത് ഉണ്ടാക്കുന്നത് ഇത് മുഴുവൻ പറ്റാണ്. സാധനങ്ങളൊക്കെ തിരിച്ചു പിടിക്കണ്ടേ, അല്ലാതെ ഇതൊന്നും ഇഷ്ടംപോലെ പൈസ ഉണ്ടാക്കിയിട്ട് ചെയ്യുന്ന പരിപാടികളല്ല. പ്രത്യേകിച്ച് ട്രാവൽ കണ്ടന്റുകൾ ചെയ്യുന്ന ആരെങ്കിലും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ട്രാവൽ വ്ളോഗ് ചെയ്തിട്ട് യൂട്യൂബിൽ നിന്ന് റവന്യൂ ഉണ്ടാക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ അവർക്ക് ഞാൻ ഈ പറഞ്ഞ സംഭവം മനസ്സിലാവും, ഇത് എത്രത്തോളം ലാഭത്തിലാണ് ട്രാവൽ വ്ളോഗ്സ് ഓടുക എന്നുള്ളത്. അപ്പം ആൾക്കാർക്ക് തോന്നുന്ന എനിക്ക് നിർത്തി വേറെ എന്തെങ്കിലും വ്ളോഗ് ചെയ്തോളൂ, എന്നപ്പോൾ നമ്മൾ നിർബന്ധിച്ചു എന്നുള്ളത്. ഇനിയിപ്പോൾ ഇതൊന്നും വ്ളോഗൊന്നും ഇല്ലെങ്കിൽ നമ്മൾ യാത്ര പോകും. വ്ളോഗ് ഇല്ലാത്തതിൻ്റെ മുന്നേ കുറേ കാലം മുന്നേ ഞാൻ ബൈക്കും കൊണ്ട് കറങ്ങാൻ തുടങ്ങിയിരിക്കണ്. ഇത് ഇതിൻ്റെ പ്രയാസം കൊണ്ട് പറയാം കേട്ടോ, അല്ലാതെ ഞാൻ അഹങ്കാരം കൊണ്ട് പറയാൻ നോക്കിയത്. പിന്നെ കണ്ണാടി വെച്ചപ്പോൾ അത് അഹങ്കാരമായി തോന്നുന്നുള്ളൂ. ഏതായാലും ഇത്ര അധികം നമ്മളെ കഷ്ടപ്പെടുത്തിയൊരു ഏജന്റ് കഴിഞ്ഞ പ്രാവശ്യം ഇതിലേറെ വലിയ പ്രശ്നം ഉണ്ടായിരുന്നു ഞാൻ കരുതി. അതിലൊക്കെ അപ്പുറമാണിത്. പൈസ കൊണ്ട് മുതലാക്കാൻ ഒരുപാട് ശ്രമിച്ചു. അതിൻ്റെ എല്ലാത്തിൻ്റെയും A to Z തെളിവുകളുണ്ട്. അവരിനി എനിക്കെതിരെ എങ്ങനെ മൂവ് ചെയ്തതിന് കുഴപ്പം, ഞാൻ ഏതായാലും അവർക്കെതിരെ മൂവ് ചെയ്യേണ്ടി നാട്ടിൽ നിയമപരമായിട്ട് നീങ്ങാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ഏതായാലും വണ്ടി കിട്ടി. പിന്നെ ഖത്തറിനെ കുറിച്ച് 1-2 കാര്യങ്ങൾ പറഞ്ഞതിൽ ക്ഷമിക്കണം, അതൊരു തെറ്റിദ്ധാരണയായി മാറി കേട്ടോ. കാരണം റൈറ്റ് ആൻഡ് ഡ്രൈവ് കാർനെറ്റ് ആണെങ്കിൽ ഇവിടെ അനുവദിക്കും, പക്ഷെ നമ്മൾ മുറൂറിൽ പോയ പേപ്പർ വാങ്ങാത്ത പരിപാടികളൊന്നുമില്ല. ഇവിടുത്തെ ബസാർത്ത് ദാഖിലി എന്നൊരു പേപ്പർ കിട്ടും. ആ പേപ്പർ അതേമാതിരി ഇവിടുത്തെ സ്പോർട്സ് കൗൺസിലും നമുക്കൊരു പേപ്പർ തരും. നമ്മളെ വീഡിയോ കാര്യങ്ങളൊക്കെ കാണിച്ചപ്പോൾ അവർ ആ പേപ്പറൊന്നും, അവരെല്ലാവരും ഈ ഒരു കാര്യത്തിൽ വളരെ സപ്പോർട്ടീവാണ്. ഇവിടെ നമുക്ക് പ്രയാസപ്പെടേണ്ടി വന്നില്ല. നമ്മളെ പരിപാടികൾ മുന്നേ ചെയ്യണമായിരുന്നു. ശരിക്കും നമ്മൾ ഇവിടേക്ക് ഒരു സാധനം ഷിപ്പ് ചെയ്യുമ്പോൾ ഇവിടുത്തെ ഏജന്റ് നമ്മുടെ കണ്ടെയ്നർ, നമ്മളെ ഈ സാധനം വരുന്നതിൽ മുന്നേ കസ്റ്റംസിൽ പോയിട്ട് ഇതിന് പെർമിഷൻ എടുക്കണം. ഇങ്ങനെ സാധനം വരുന്നത് പറഞ്ഞിട്ട് ഈ സാധനം അലോ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് പെർമിഷൻ എടുക്കണം. അതൊന്നും ചെയ്തിട്ടില്ല.
ഏതായാലും നന്ന് പരിപാടി. പിന്നെ ഇന്നത്തെ വണ്ടി പിന്നെ എല്ലാ ട്രിപ്പിലും ഉണ്ടല്ലോ ഒരു വണ്ടിമേൽ എന്തെങ്കിലും ഒരു ആദ്യം കഴിഞ്ഞ ബുള്ളറ്റ് കൊണ്ട് വന്ന സമയത്ത് ദുബായിൽ വണ്ടിമേന്ന് കെട്ടിമറിഞ്ഞ് വീണു, ടാങ്കൊക്കെ ചതുങ്ങി ഓട്ടായി. അപ്പോൾ ഇപ്രാവശ്യം നമുക്ക് ഖത്തറിന് നമ്മൾ ആദ്യത്തെ രാജ്യത്ത് എന്തെങ്കിലും ഒരു കട്ടക്കാലം സംഭവിക്കും. അപ്പോൾ ഇപ്രാവശ്യവും നമ്മൾ ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം കഴിച്ചിരിക്കുന്നു. അതൊക്കെ പോട്ടെ, ഞാനിത് ഇന്നലെ പറയാൻ ഉദ്ദേശിച്ചത് ഇന്നലെ നമ്മൾ വണ്ടി കിട്ടുന്ന വീഡിയോയിൽ അത് അങ്ങനെ തന്നെ ഓർഡർ വെച്ചിട്ട് പറഞ്ഞാണ്. ഇപ്പം ഇന്നിക്കിത് പറയില്ലാതെ നിവർത്തിയില്ല. ഇനി ഞാൻ പറയും, ഇനിയും ഞാൻ ഈ ഒരു സംഭവത്തിനെ കുറിച്ച് ഇങ്ങനെ ഇടയ്ക്കിടക്ക് പറഞ്ഞു കൊടുക്കും. എന്നാലല്ല ഇതൊക്കെ എന്തെങ്കിലും ഇങ്ങോട്ട് തിരിച്ച് കിട്ടണ്ട എങ്ങന്മാരെ. വലിയൊരു പറ്റുക്കുണ്ട് എൻ്റെ അടുത്ത്, അതൊക്കെ വീടണ്ട, നിങ്ങൾ വീഡിയോ കണ്ടിട്ട് വേണമെങ്കിൽ വീട്ടാൻ. ഏതായാലും ഞാൻ വേറെ സംഭവം കാണിച്ചു കേട്ടോ. പുറത്ത് നല്ല രസമുള്ള ഒരു സ്ഥലത്തായി വന്നത്. ഖത്തർ വേൾഡ് കപ്പിന്റെ സമയത്ത് തിളങ്ങി നിന്നൊരു സ്ഥലം, നമ്മളെ കൊടിമരങ്ങൾ. മലയാളീസാ ഏയ് ഇതെങ്ങണ്ട് പരിപാടി. നമുക്കിവിടെ ഒരു സൂക്ക് കവർ ചെയ്യാണ്ട്, അപ്പം അതിൻ്റെ മുന്നേ ആയിട്ട് വണ്ടി ഇവിടെ കൊണ്ടുപോയി പാർക്ക് ചെയ്തു. പിന്നെ അൻവർക്കിൻ്റെ കൂടെയാണ് കേട്ടോ ഞാനിവിടെ താമസിക്കുന്നത്. അൽ വക്ര എന്ന് പറഞ്ഞ സ്ഥലത്താണ് താമസിക്കുന്നത്. അപ്പം ഈ അൻവർ എന്ന് പറഞ്ഞ ആളും ഇന്നൊരുപാട് വിളിച്ചിട്ട് കസ്റ്റംസിൽ നമുക്ക് ആളുടെ എന്ത് ചെയ്യണമെങ്കിൽ ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് ഞാനാണെങ്കിൽ ഒരുപാട് ആൾക്കാർ വിളിക്കുന്നുണ്ട്. അപ്പം കുറേ ആളുകൾ കസ്റ്റംസിൽ പോയി നോക്കുന്നുണ്ട്. നമുക്ക് ഈ വണ്ടിക്കും വേണ്ടിയിട്ട് ഒരു 10-15 ആൾക്കാരെങ്കിലും കസ്റ്റംസ് ഉദ്യോഗസ്ഥരായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അവരെന്നെ വിചാരിച്ചു ഇതെന്തോ ഒരു കേസ് കെട്ട് വണ്ടിയാണല്ലോ എന്ന്. അങ്ങനെ മൊത്തത്തിലൊരു ചർച്ചാ വിഷയമായ ഒരു വിവാദമായൊരു വണ്ടിയായിരുന്നു ഒരു മാസത്തോളം നമ്മുടെ ഈ അഹമ്മദ് പോർട്ടിൽ നമ്മുടെ വണ്ടി. ഏതായാലും എല്ലാ കഷ്ടപ്പാടുകൾക്കും ഒടുവിൽ ഒരു വിജയം ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അതാണ്. അല്ലെങ്കിൽ എല്ലാ കേസ് കെട്ടും കൂടി ഒരു ദിവസം കൊണ്ട് റെഡിയാവില്ല. നമ്മളെല്ലാ പ്രയാസങ്ങളും ഒരൊറ്റ ദിവസം കൊണ്ടാണ് റെഡിയാവില്ല. പക്ഷെ ഒരു ദിവസം നമ്മളെ പ്രയാസങ്ങൾ റെഡിയാവും. ഞാൻ സത്യത്തിൽ നമ്മുടെ ബാവൻ്റെ കട, ഷാനുവിൻ്റെ റൂം, ബാവൻ്റെ കട ദമാമിലെ, ഇത് മാത്രമായിരുന്നു എൻ്റെ ഒരു മാസം. പുറത്ത് ആരോടും ഒരു കമ്മിറ്റ്മെൻ്റ് ഇല്ല, ഉണ്ടാട്ടില്ല, ഒന്നുമില്ല. ഇതിങ്ങനെ വാട്സപ്പിൽ ബിജുവേട്ടനെയും മറ്റേ ആളെയും വിളിച്ചിട്ട് റെഡിയായി വണ്ടി കിട്ടിയിട്ട് വേണം നമ്മളെ പണി തുടങ്ങാൻ. നമ്മളെ പണിയല്ലേ, ആയുധം ഇവിടെ ഉള്ളിലാണ്, ആയുധം കിട്ടണ്ട, എന്നാലല്ലേ പരിപാടി തുടങ്ങാനുള്ളൂ. അപ്പോൾ എൻ്റെ മുഖം ഞാൻ ഈ കാണിക്കില്ല കേട്ടോ. ഞാൻ കുറച്ച് ഇനി ഖത്തറങ്ങാടി കാണിച്ചു തരാം. ഖത്തറിൻ്റെ ശരിക്കും ആകെ കുറച്ച് ഭാഗങ്ങളേ ഉള്ളൂ കേട്ടോ. അതായത് ഇവർക്ക് ഇങ്ങനെ ഒരു എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയാൻ കുറച്ച് സംഭവങ്ങളേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ പേരിൽ ഖത്തറിലുള്ള ഇനി പുതിയ പ്രശ്നമായിട്ട് വരണം കേട്ടോ. ഇവർ ശരിക്കും ഇങ്ങനെ അതായത് ഇവിടെ മെയിനായിട്ട് ഇങ്ങനെ സിറ്റി ഒന്ന് എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളതാണ് ഖത്തറിൽ. പിന്നെ സൗദീൻ്റെ പോലെ വലിയൊരു ലാൻഡ്സ്കേപ്പ് ഒന്നും ഇല്ലല്ലോ ഇവരൊക്കെ. അപ്പോൾ ഉള്ള സ്ഥലം ഇങ്ങനെ അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. എല്ലാ സാധനം, അതായത് നമ്മുടെ നാട്ടിലെ ബീച്ചും തട്ടുകടകളും റിസോർട്ടുകളും സാധനങ്ങളൊക്കെ തന്നെ ഇവിടെ ഉള്ളത്. പക്ഷെ ഇവരെന്ത് ചെയ്തു വെച്ചാൽ അതൊന്ന് പ്രൊഫഷണലാക്കി. ഞാൻ ഇവിടുത്തെ സൂക്ക് കാണിച്ചു തരാം. ഏറ്റവും ഇഷ്ടപ്പെട്ട സൂക്കൊക്കെ ചളി പിടിച്ച് കിടക്കുക. അപ്പോൾ ഇതൊക്കെ സെറ്റാക്കി ഇവർക്ക് ഇപ്പോൾ ഈ സൂക്കൊന്ന് കഴുകി വൃത്തിയാക്കണേന് ഇവരിത് ചളി പിടിപ്പിച്ചാൽ അത്രേ. ആ ഒരു പഴമയുടെ പ്രതാപം, ആ ഒരു പ്രതാപകാലത്തെ ഓർമ്മിപ്പിക്കും വിധം സൂക്കിനെ പഴയതാക്കി, പുതിയ ബിൽഡിംഗ് ഉണ്ടാക്കിയിട്ട് സൂക്കിനെ പഴയതാക്കി. പോയി നോക്കാം നമ്മൾ. ഖത്തറിൻ്റെ ഏകദേശം 80% ആളുകൾ താമസിക്കുന്നത് ഈ ദോഹയിലാണ്. ഖത്തറിൻ്റെ ക്യാപിറ്റൽ ദോഹ ആയതുകൊണ്ട് തന്നെ അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന ഗൾഫ് രാജ്യങ്ങളിലെ ഏറ്റവും വലിയ പട്ടണങ്ങളിൽ ഒന്നുകൂടിയാണ് ദോഹ. ഏകദേശം 27 ലക്ഷം ജനങ്ങളാണ് ഖത്തറിൽ മൊത്തമുള്ളത് 2024 കണക്കനുസരിച്ച്. അതിൽ തന്നെ 80% പേരും ദോഹയിലാണ് താമസിക്കുന്നത്. സൂഖ് വഖീഫിലേക്കുള്ള ഒരു അണ്ടർപാസ് ആണിട്ടത്. എങ്ങനെയൊക്കെ അതിനെ ഒരു ടൂറിസത്തിൻ്റെ ഭാഗമാക്കി മാറ്റാൻ പറ്റും എന്നുള്ളത് അവർ നല്ല ശ്രദ്ധിച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ അണ്ടർപാസും ഇവിടുത്തെ അണ്ടർപാസും തമ്മിലുള്ള വ്യത്യാസം ഒരിക്കലും താരതമ്യപ്പെടുത്തരുത്. അത് നേരെ കയറി വരുമ്പോൾ തന്നെ സൂഖ് വഖീഫിൻ്റെ ഏറ്റവും ഫ്രണ്ട് ഭാഗത്തെത്തും. കുറേ ആളുകൾ ഇങ്ങനെ സഞ്ചാരികളായി വന്നിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ യൂറോപ്യൻസ് ഒരുപാട് കയറിയിട്ടുണ്ടോ. എനിക്ക് തോന്നുന്നു നമ്മളെ ഈ കഴിഞ്ഞ ഖത്തർ ലോകകപ്പ് ഏറ്റവും കൂടുതൽ യൂറോപ്യൻസിനെ ഖത്തറിലേക്ക് ക്ഷണിക്കപ്പെടാനായിട്ട് സ്വാധീനം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഫലമായിട്ട് കുറേ റഷ്യൻസിനെയും അതുപോലെ കുറേ യൂറോപ്യൻസിനൊക്കെ അവിടെയും ഇവിടെയും കാണാൻ പറ്റുന്നുണ്ട്. ഒരു ഇന്ത്യക്കാരെന്നുള്ള നിലയിൽ, മലയാളി എന്നുള്ള നിലയിൽ ഇവിടെ ടൂറിസ്റ്റായിട്ടൊക്കെ വന്നിട്ട് സൂക്കൊക്കെ കവർ ചെയ്യുന്നത് ചിലപ്പം വളരെ ചുരുക്കം പേരുണ്ടാവുള്ളൂ. കാരണം പൊതുവേ നമ്മൾ ഇന്ത്യക്കാരും മലയാളികളൊക്കെ ഇവിടെ ജോലിക്കാണല്ലോ വരുന്നത്. അതല്ലാതെ ടൂറിസ്റ്റേഴ്സായിട്ട് വന്ന ഒരുപാട് വൈറ്റ്സിനൊക്കെ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് കേട്ടോ ഈ ഒരു സൂക്കിന്. പണ്ട് കാലത്ത്, അതായത് നൂറ്റാണ്ടുകൾക്ക് മുമ്പേ തന്നെ സൗദി അറേബ്യയിലെ നജിദെന്നും, അതായത് ഇന്നത്തെ റിയാദ് എന്ന്, ഇറാഖിലെ കൂഫ എന്ന് പറയുന്ന സ്ഥലം, അതുപോലെ തന്നെ ഒമാനിന് അറബികളായിട്ടുള്ള ഒരുപാട് നാടോടികൾ കച്ചവടത്തിനും
അതുപോലെ തന്നെ ഈ ആട് മാട് ചന്ത ഒക്കെ ആയിട്ട് ഉപയോഗിക്കാനും സ്പൈസസുകൾക്കും പലവ്യഞ്ജനങ്ങൾക്കും നിത്യോപയോഗ സാധനങ്ങൾക്കൊക്കെ ആയിട്ട് ഈ ഒരു ചന്ത ഉപയോഗിച്ചിരുന്നു. പിൻകാലത്ത് ഏകദേശം 2004 കൂടി ഈ ഒരു സൂക്ക് ഏറ്റവും പരിതാപകരമായ അവസ്ഥയിൽ പൊളിഞ്ഞു വീഴാറായ അവസ്ഥയിൽ ഖത്തർ ഗവൺമെൻറ് വീണ്ടും റീബിൽഡ് ചെയ്തെടുക്കുക ചെയ്തിട്ടുള്ളൂ കേട്ടോ. അവരെന്താ ചെയ്തെന്ന് വെച്ചാൽ ഈ ബിൽഡിങ്ങുകളെല്ലാം പൊളിച്ച് നവീകരിച്ച് പൊളിച്ചിട്ട് രണ്ടാമതെടുത്ത കെട്ടിടങ്ങൾക്കും പഴയ ബിൽഡിങ്ങിൻ്റെ അതേ ഒരു ഷേപ്പും അതേ ഒരു ആർക്കിടെക്ചറും അതേ രൂപകൽപ്പനയും കൊടുത്തിട്ട് ഈ മാറി വന്ന 2-3 കാലാവസ്ഥകളിൽ പൊടിയൊന്നും ക്ലീൻ ചെയ്യാതെ അങ്ങനെ തന്നെ വെച്ച്. അപ്പോൾ എന്തായെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊളിഞ്ഞു വീഴാറായ അവസ്ഥയിൽ നിന്ന് ബിൽഡിങ്ങുകളെല്ലാം പുതിയതായി, അതുപോലെ തന്നെ ആ ഒരു പഴമയുടെ ഒരു പ്രൗഢി അതേപോലെ കിട്ടുകയും ചെയ്തു. അങ്ങനെയാണ് ഇപ്പോഴും ശരിക്കും ഒരു ടൂറിസ്റ്റ് അട്രാക്റ്റീവ് പ്ലേസ് ആയിട്ട് സൂഖ് വഖീഫിനെ കൊണ്ടു നടക്കുന്നുണ്ട് ഗവൺമെൻറ്. ഇതൊന്നും വലിയ ഒരു കൗതുകത്തിന് വേണ്ടി കൊണ്ടുവച്ചെന്നാവില്ല കേട്ടോ. കാരണം ഇവരെ പണി തന്നെ ഇതായിരുന്നു. മറ്റേ മുത്തുപെറുക്കി ജയിച്ചിരുന്ന മുക്കുവന്മാരാണ് ഓയിൽ കണ്ടുപിടിക്കുന്നത് വരെ. അപ്പോൾ അതിൻ്റെ പൈതൃകത്തിൻ്റെ ഒരു ഓർമ്മകളായിട്ട് കൊണ്ടുപോയി വെച്ചായിരിക്കും. പക്ഷെ ഇത് നമുക്കിങ്ങനെ കാഴ്ചക്കാർക്ക് കാണാൻ വേണ്ടി കൊണ്ടുവച്ചാൽ നമുക്ക് ഈ ആങ്കറൊക്കെ ഉണ്ട് ഇവിടെ. ഇതൊക്കെ കടലിൽ കിട്ടിയതാ. പഴയ ഖത്തർ സൂക്ക് ദോഹ അല്ലേ. ഇതെല്ലാം ടൂറിസ്റ്റുകൾക്കുള്ളതാ. ഒരു കവാടം സിസ്റ്റം. ഇത് മോട്ടറൊക്കെ കള്ളൊന്നുമില്ല. ഇതൊക്കെ പങ്കായിട്ട് കറക്കാനുള്ള സാധനം എന്തെങ്കിലും ആയിരിക്കും അല്ലേ. ഇതിൻ്റെ ആളുകൾ പറയും അതെന്താന്നുള്ളത്, നമ്മൾ മുണ്ടണ്ട. ഖത്തറിൻ്റെ ഐക്കോണിക് ബിൽഡിംഗ് ആയിട്ടുള്ള ദോഹയിലെ ഇസ്ലാമിക് കൾച്ചറൽ സെൻ്ററാണ് കേട്ടോ നമുക്ക് സൂഖുൽ വഖീഫിൻ്റെ നേരെ മുന്നിൽ കാണാൻ പറ്റുന്നത്. ഇവിടെ കടമുറികൾ ഇവിടുത്തെ ലോക്കൽസിന് മാത്രമേ വാടകയ്ക്ക് കിട്ടുള്ളൂ. ഇവരത് പിന്നീട് അജ്നബികൾക്ക് മേൽവാടകയ്ക്ക് കൊടുക്കുകയാണ് പതിവ്. ശരിക്ക് ഇവിടെ ദോഹയിലും അല്ലെങ്കിൽ ദോഹൻ്റെ 30 കിലോമീറ്റർ ചുറ്റളവിൽ വരുന്ന പ്രാന്തപ്രദേശങ്ങളിൽ തന്നെ നല്ല വാടക കൊടുത്തിട്ടാണ് ഒട്ടുമിക്ക രാജ്യക്കാരും ഇവിടെ പല ബിസിനസ്സുകളും ചെയ്യുന്നത് കേട്ടോ. പക്ഷേ സൂഖുൽ വഖീഫിൽ താരതമ്യേന വാടക കുറവാണ്. അതുമാത്രമല്ല ഇവിടുത്തെ ഖത്തരികൾക്ക് മാത്രമേ സൂഖുൽ വഖീഫിൽ കട ലഭിക്കുള്ളൂ. ഇവരത് പിന്നീട് വാടക കൂട്ടിയിട്ട് പുറത്തേക്ക് മേൽവാടകയ്ക്ക് പല ഇന്ത്യക്കാരും പാകിസ്ഥാനികളും ബംഗ്ലാദേശുകാരും ഒക്കെ കട നടത്തുന്നുണ്ട് ഇതിനുള്ളിൽ. ഇതെന്ത് സാധനമോ? ആപ്പിള് ഉണക്കിയതോ? ഒന്നുമില്ല, പാഷൻ ഫ്രൂട്ട് ഉണക്കിയതോ? അതെന്ത് കാര്യം? അത് പോനോട് ചോദിക്കണോ? ഇതിൻ്റെ ഒക്കെ അല്ല, ഇതിൻ്റെ ഇനിയിപ്പോൾ കഞ്ചാവ് കൊണ്ട് അറിയുന്നില്ലല്ലേ. ഒറ്റൊന്നിൻ്റെ പേര് പോലും പറയാൻ അറിയുന്നില്ല. വല്ലാത്തൊരവസ്ഥ. ഞാനൊരു വ്ളോഗൊക്കെ ആയിട്ട് ഇങ്ങനെ വന്നിട്ട് ലേസൊക്കെ ഉണ്ടാവും ചിലപ്പോൾ ഇതിൻ്റെ ഇടയിൽ. ഇവിടെ ഞാൻ അടക്കുകയാണോ അത് തുറക്കണോ എന്നൊന്നും മനസ്സിലാവണില്ല. ഇത് നമ്മൾ തനി വെല്യങ്ങാടി കേട്ടോ. കാരണം അരി, കുരുമുളക്, പലവ്യഞ്ജനങ്ങളൊക്കെ. പക്ഷെ അതിന് പോലും ഒരു അന്തസ്സുണ്ട്. ആ സ്പൈസസിൻ്റെ മണം അല്ലേ. ദിവസം 2-3 നേരം വെച്ചിട്ട് ബലദിയൻ്റെ ആളുകൾ ഇവിടെ ഇങ്ങനെ ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കിങ്ങനെ ചിന്തിക്കാൻ പറ്റില്ല. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു സൂക്കിൻ്റെ ഉള്ളിലൊക്കെ ഇങ്ങനെ ആൾക്കാർ ഒരു 5-8 ആൾക്കാർ വന്നിട്ട് ഇങ്ങനെ ക്ലീൻ ആക്കുക. വെള്ളം അടിച്ച് ഒഴിച്ച് ക്ലീനാക്കും. വീണ്ടും കുറച്ച് കഴിയുമ്പോൾ പിന്നെയും വരും. ലവ് ബേർഡ്സൊക്കെ എല്ലാ നാട്ടിലും ഒരേപോലെ തന്നെയല്ലേ കരിയ? തത്ത ഇതതിന് കൂട്ടുന്ന് പറയതാ അല്ലെങ്കിൽ ഇതൊക്കെ നാടൻ കിളിയാവൂലേ? അതിനെ പിടിച്ചിട്ടും അവസരം കിട്ടിയാലേ. ഫോട്ടോത്തോളി ദിസ് ഈസ് നോട്ട് ആൻ കിളി. ഗ്യാപ്പ് ഇട്ട് അതിനും പിടിച്ചിട്ടാണ്ടല്ലേ ഒരു 10 റിയാൽ ഇട്ട് കിട്ടിയില്ലേ? ആമ കുട്ടികളൊക്കെ വലിപ്പമുള്ള ആമ. അതിമ്മ വളിക്ക് ബിഗണ്ടെങ്ങ സ്റ്റോർ
സംഭവം ആദ്യമൊക്കെ നമ്മൾ നല്ല കൗതുകത്തിന് വേണ്ടി ഇങ്ങനെ ഓരോ സംഭവങ്ങളിൽ കൂടെ ഇങ്ങനെ നടന്ന് ഗുഹ പോലൊക്കെ കൂടെ ഇങ്ങനെ കയറി ഇറങ്ങിയിട്ടുണ്ടെങ്കിലും ഇപ്പം നമ്മൾ വഴി തരികയാണ്, പുറത്തേക്ക് ഇറങ്ങാല്ലേ വഴിയാണ് ഇപ്പോൾ തരികയാണ്. അതിൽ സ്ഥിതി ഇവിടെ ഉച്ചക്ക് അടയ്ക്കും കുറേ ആളുകളൊക്കെ. ഒരു വെളിച്ചം കാണുന്നു. യെസ്, ഇതെന്താ സംഭവം എന്ന് നോക്കിക്കണം. കുറേ രാജ്യക്കാരുണ്ട്. എനിക്ക് തോന്നിയത് ഇതാണ് ഈ സാധനം. നമ്മുടെ മിസിരിയോള ഐഡിയ ആയിരിക്കും അല്ലേ? കഴിഞ്ഞു, സൂപ്പാക്കിയപ്പോൾ കഴിഞ്ഞ്. ഇനി നമ്മളിവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ആലോചിക്കും നമ്മൾ ഇനി ഇന്ന് ഭക്ഷണം കഴിക്കുന്നുള്ളതിനെ പറ്റി. അതെ, ഈ ഒരു സമയത്തിന് വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്തത്. വൈകുന്നേരേ കുറച്ച് ഒരു നല്ല സമയം കിട്ടുള്ളൂ വീഡിയോ എടുക്കാൻ പാകമുള്ള സമയം. അതെ, അതൊരു അരമണിക്കൂറോ 3/4 മണിക്കൂറൊക്കെ ഉണ്ടാവുള്ളൂ. അതായത് ലൈറ്റ് കുത്താത്ത ഒരു വെളിച്ചുള്ള സമയം, അതാണ് ഈ ഒരു സമയം. സൈഡിലൊരിക്കൽ ഒരു വലിയൊരു കന്യകൻ മത്സ്യം തന്നെ. ഇതും മിസിരിയോള ഐഡിയ ആയിരിക്കും. മിസിരിയോൾ ഇങ്ങനെ വന്നിട്ട് അറബികളോട് ചോദിക്കുക നമുക്ക് ഇങ്ങനെ ചെയ്താലോ എന്ന്. അപ്പൊ അവര് സമ്മതിക്കും, എന്നാ ചെയ്തു പറയും. നമുക്ക് ഇങ്ങനെ ഒരു സാധനം ഉണ്ടാക്കി നോക്കിയല്ലോ നല്ല രസം ഉണ്ടാവും പറയും. അപ്പൊ ഇവര് എന്നാ ചെയ്തു പറയും, സമ്മതിക്കും. മിസിരിയോൾ എന്ത് പറഞ്ഞാലും ഇവര് സമ്മതിക്കും. എങ്ങനെയുണ്ട് നമ്മള് ദോഹ? ചെത്തല്ലേ? ദുബായ് കഴിഞ്ഞാൽ പിന്നെ അറബ് രാജ്യങ്ങളിൽ നമ്മളൊരു സിറ്റിക്ക് ഒരു നഗരത്തിന്റെ പ്രൗഢി കൊടുക്കണമെങ്കിൽ നമ്മൾ ദോഹ കൊടുക്കണം കേട്ടോ. ഇതെന്താ വിദ്ദ പാർക്ക്, അൽ ബിദ്ദ പാർക്കില്ലേ? അവിടെ ഷെയ്ഖിന്റെ കപ്പൽ കിടക്കും. നമുക്ക് ഷെയ്ഖ് തമീം അൽത്താനി. ഈ അൽത്താനിയുള്ള പേര് നമുക്ക് മലയാളികൾക്ക് സുപരിചിതമായിരിക്കും. നമ്മുടെ ബിജു മേനോന്റെ ഒരു ഫിലിം ഉണ്ടല്ലോ, ഏതാണത്? ഓൻ അറബിയായിട്ട് വരുന്ന അതെ, സ്വർണ്ണക്കടുവ. അതിൽ പറയുന്നുണ്ടല്ലോ 2 എന്തായിരുന്നു? 2 വില്ലേജ് ബ്യൂട്ടീസ് എന്ന് പറയില്ലേ? അപ്പൊ ഓന്റെ പേര് അൽത്താനി എന്ന് പറയുന്നത്. അതായത് അൽത്താനി ഇവിടുത്തെ രാജകുടുംബമാണ് കേട്ടോ. അതായത് ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ 71 ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് അൽത്താനി കുടുംബത്തിനെയാണ് ഇവിടുത്തെ. അൽത്താനി കുടുംബത്തിലും അതിന് മുന്നേ ഇവിടുത്തെ പ്രതാപികളാണ്, പൗരപ്രമാണികരാണ്. അപ്പം അവരായിരുന്നു ഭരണം ഏറ്റെടുത്തുകൊണ്ടത്. അതായത് ആദ്യത്തെ അമീർ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അൽത്താനി. അദ്ദേഹത്തിന്റെ ശരിക്കൊരു 4ാമത്തെ അല്ലെങ്കിൽ ഒരു 5ാമത്തെ തലമുറ ആയിരിക്കും ഇപ്പോൾ ഇവിടെ വാഴുന്നവർ. അപ്പം അന്ന് അതായത് 860കളിലൊക്കെ അൽ ബിദ്ദ ആയിരുന്നു ദോഹന്റെ പേര്. അതിനുശേഷം 860 ശേഷമാണ് ദോഹ എന്നുള്ളൊരു പേര് ഇട്ടത്. ദോഹ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ വൃത്താകൃതി എന്നാണ് അതിന്റെ അർത്ഥം. പക്ഷെ അൽബിദ എപ്പോഴും ഉണ്ട് കേട്ടോ. അൽബിദ എന്നുള്ളൊരു പേര് പോലും മറന്നിട്ടൊന്നുമില്ല. ഇവിടെ അൽബിദ പാർക്കായിട്ടും അൽബിദ കോർണിച്ചിന്റെ സൈഡുകളൊക്കെ ആയിട്ട് ഇവർ ഇന്നും അതൊക്കെ നിലനിർത്തി പോകുന്നുണ്ട്. നല്ല രസമുണ്ടല്ലേ? കുറച്ചും കൂടിയും ഇരുട്ടായി കഴിഞ്ഞാലേ ഈ സൈഡിലൊക്കെ തൂവല് പോലെ നിൽക്കുന്ന സാധനം കണ്ടങ്ങൾ അതങ്ങനെ കത്തും. അപ്പോൾ ഈ ഖത്തറിലുള്ള ആളുകളെ എനിക്ക് ഇത് നമ്മളിപ്പോൾ ഇതൊക്കെ എത്ര കണ്ട് ഇവനെത്ര എവിടെ തരണം ഇങ്ങനെ പറയണേന്ന്. കാണാത്ത കുറേ ആൾക്കാരില്ലേ, പാവങ്ങൾ പോലെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി കേട്ടോ. ഇനി ഒരു കൂടി നമ്മളെ പിടിക്കാനുള്ളൂ, ഇവിടുത്തെ MVD. ഇതാണ്ട് ദഫ്ന, ഒരു ജഫ്ന. അത് ശ്രീലങ്കയില്ല ജഫ്ന, ഇത് ദഫ്ന. ഇതാ നമ്മൾ പറഞ്ഞത്. ഇത് വേറൊരു മിസരി. നമ്മൾ ഇങ്ങനെ ഒരു സാധനം ഉണ്ടാക്കിയല്ലോ എന്ന് ചോദിച്ചു. അങ്ങനെ അവര് സമ്മതിച്ചു, അവരങ്ങനെ ഒരു സാധനം ഉണ്ടാക്കി വെച്ചാൽ. ഇങ്ങനെ പ്രത്യേക ഇത് പേരൊന്നുമില്ല. ദുബായിലാണെങ്കിൽ ഇതിന് നമുക്ക് ഇൻഫിനിറ്റി ബ്രിഡ്ജ് എന്നുണ്ടായിരുന്നു. കാരണം അവിടെ ഇങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ട് ദുബായിൽ. രസമുണ്ട്. എന്തായാലും എന്ത് കാട്ടിക്കൂട്ടിയാലും ചില രാജ്യത്തൊക്കെ അല്ലെങ്കിൽ ചില സ്ഥലത്തൊക്കെ എന്ത് കാട്ടിക്കൂട്ടിയാലും രസം ഉണ്ടാവും. അതിൽ വിട്ടൊരു സ്ഥലം അത്. നമ്മുടെ നാട്ടിലാണ് ഇത് ഇപ്പം എഞ്ചിനീയറെ കയ്യിൽ നിന്ന് പോയതാന്നൊക്കെ പറയും. പക്ഷെ ഇതിങ്ങനെ തന്നെ എനിക്ക് ഉണ്ടാക്കിയിട്ടുണ്ടാവും അല്ലേ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സമയമായിട്ടത്. അതായത് ഇങ്ങനെ ഒരു വൈകുന്നേരം ഇങ്ങനെ സൂര്യൻ അസ്തമിക്കാൻ നിൽക്കുന്ന സമയം. എന്നിട്ട് അസ്തമിക്കുകയും ചെയ്യരുത്. ഭയങ്കര ഭംഗിയാണ് ആ സമയത്ത് റോഡ്. അതേമാതിരി നമ്മളെ മഴ പെയ്യാൻ നിൽക്കുന്ന ഒരു സമയം ഉണ്ടല്ലോ, ഒരു ഇരുട്ട് മൂടിയാണ്ട് നിൽക്കുന്ന ഒരു സമയം. എനിക്ക് ഭയങ്കര ഇഷ്ടം. അങ്ങനെ ഒരു പ്രത്യേക തരം ജീവിതം, ഓരോരോ ഇഷ്ടങ്ങളില്ല ഓരോരുത്തരെ. ഇനി അതേതാണ്? അത് മിസേരി പറഞ്ഞതല്ല, കാരണം അത് അത്യാവശ്യം അന്തസ്സുള്ള ഒരു ബിൽഡിങ്ങാ. പിന്നെ
ഇവിടെ വേറൊരു പ്രമാദമായ കാര്യം എന്നാണ് നിങ്ങൾക്ക് சொல்ல വേണ്ടിയത്. ഇവിടെ ഇപ്പോൾ ഏഷ്യ കപ്പ് നടക്കുന്നുണ്ട്, അതിൻ്റെ ഒരു ക്രൗഡ് എല്ലാ സ്ഥലത്തും ഉണ്ട്. ഹോട്ടൽ ബുക്കിംഗ് ഒന്നും ഇപ്പോൾ കിട്ടാനില്ല. ഈ കാണുന്നത് പേൾ ഖത്തർ കേട്ടോ. ഇങ്ങനെ നോക്കുമ്പം ഈ കാണുന്നത് ലുസൈൽ, നമ്മൾ ഇന്നലെ വന്ന ലുസൈൽ. മൊത്തത്തിൽ ഒരു സിറ്റി ടൂർ അടിക്കുകയാണെങ്കിൽ ഒരു ദിവസം മതി കേട്ടോ, എല്ലാ ഭാഗങ്ങളും കാണാൻ. ദോഹ കാണാനാണെങ്കിൽ ഒരു ദിവസം മതി. ഈ രാത്രിയാകും തോറും നഗരത്തിൻ്റെ ഭംഗി കൂടി കൂടി വരികയാണ്. പക്ഷെ അതൊന്നും വീഡിയോയിൽ പകർത്താൻ പറ്റില്ല, നല്ല ഇരുടായി കഴിഞ്ഞാൽ അതിൻ്റെ ഭംഗി കാണില്ല. ഇതാണ് ഞാൻ പറഞ്ഞ കറക്റ്റ് സമയം കണ്ടോ. ഇതൊക്കെയാണ് ഇവിടുത്തെ ഈ സ്വർണം കായ്ക്കുന്ന ഈന്തപ്പനകൾ. എന്താ ഇതിൻ്റെ ഒരു ചൊറുക്ക്. അപ്പൊ അങ്ങനെ പരിപാടി. നമുക്ക് അന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യല്ലേ. നാളെ ഇതെല്ലാം കൂടി ഇന്നാണ്ട് കാണിച്ചു തന്നാവില്ലേ, പിന്നെ എനിക്ക് നാളെ ഒന്നും കാണിച്ചു തരണ്ടാവില്ല. ആകെ ഒരു ഇത്തിരി സ്ഥലമുള്ളത്, എല്ലാ ദിവസവും കൊണ്ട് ഒരു ചൊപ്പിക്കണ്ടേ. നാളെ കാണാട്ടോ.